സാധാരണക്കാരുടെ നടുവൊടിച്ച് ഇന്ധനവില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ CITU നേതൃത്വത്തിൽ തൊഴിലാളികളുടെ പ്രതിഷേധം. പെട്രോൾ, ഡീസൽ, CNG അടക്കമുള്ളവയുടെ വില വർധനവ് പിൻവലിക്കണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു. പാചകവാതക വിലവർധനയും കൃത്രിമ ക്ഷാമവും നിയന്ത്രിക്കുക, അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി CITU നേതൃത്വത്തിൽ നടന്ന സമരത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു. ജില്ലയിൽ മുഴുവൻ ഏരിയ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിലേക്കും വിവിധ മേഖലകളിലെ തൊഴിലാളികൾ അണിനിരന്ന മാർച്ച് നടന്നു. സിറ്റി കമ്മിറ്റി നേതൃത്വത്തിൽ ആദായനികുതി ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. മുതലക്കുളത്തു നിന്നും ആരംഭിച്ച മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ ധർണ CITU ജില്ലാ ജനറൽ സെക്രട്ടറി PK മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മളോട് ആദ്യം അമേരിക്ക പറഞ്ഞ് വെനിസ്വേലയിൽ എണ്ണ വാങ്ങാൻ പാടില്ലെന്ന്. ഇപ്പൊ അമേരിക്ക പറയുന്നത് വെനിസ്വേലയിൽ എണ്ണ വാങ്ങിയാൽ മതി, കാരണം എണ്ണ കച്ചവടം ചെയ്യുന്നത് അമേരിക്കയാണ്. ഇപ്പൊ കച്ചവടം കിട്ടുമല്ലോ. ഒറ്റ രാത്രി കൊണ്ടാണ് സംഭവം മാറുന്നത്. ഒറ്റ രാത്രി കൊണ്ട് അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടി സംഭവം മാറുകയാണ്. ഇപ്പം പറയുന്നത് ഞങ്ങൾ ക്യൂബയ്ക്ക് നേരെ പോവാണ്. ഒരിട്ടാവട്ടെ, ഈ കേരളത്തോളം ഇല്ല ക്യൂബ, കേരളത്തോളം ഇല്ല, ഒരു കൊച്ചു രാജ്യമാണ് ക്യൂബ. അവർക്ക് കാര്യമായ പട്ടാളമൊന്നുമില്ല. അവരുടെ സമ്പത്തുകൊണ്ട് അവർ ജീവിക്കുന്നു. അവരാരെ ആക്രമിക്കുന്നതിനെ ചിന്തിക്കാനുള്ള ശക്തി പോലും ഇല്ലാത്തൊരു രാജ്യമാണ്. ആക്രമിക്കുന്നത് പിന്നെയല്ലേ. പക്ഷെ അവർ അമേരിക്ക പറഞ്ഞതുപോലെ ഒക്കെ മൂടിക്കൊടുക്കുന്നില്ല. ലോകത്തിൽ ഏറ്റവും നല്ല ഡോക്ടർമാരും ഏറ്റവും നല്ല ആശുപത്രികളും ഒക്കെ നടത്തിപ്പാനുള്ള കഴിവ് ക്യൂബയ്ക്കാണ്. അവരുടെ സമ്പത്ത് തന്നെ അതാ. ലോകത്തിലെ പല രാജ്യങ്ങളിലും പോയി അവർ സേവനം അനുഷ്ഠിച്ച് കിട്ടുന്ന പ്രതിഫലം അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടാണ് ക്യൂബൻ ജനതയെ അവർ പോറ്റുന്നത്. L. രമേശൻ അധ്യക്ഷനായിരുന്നു. C. നാസർ, K. പ്രതീഷ്, BK മോഹൻദാസ്, N. ആസിഫ് അലി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൊയ്തു മൗലവി മ്യൂസിയം ദേശീയ ചരിത്ര മ്യൂസിയം